കാണിക്കുമ്പോൾ തന്നെ എനിക്ക് ഇതെന്താവും എനിക്കറിയില്ല. ഓഫീസ് വെയർ, കോളേജ് വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണിത്. ഇത് എനിക്കിപ്പോൾ കാണുമ്പോൾ തോന്നും എന്താണിത് ഉദ്ദേശിച്ചതെന്ന്. അത്യാവശ്യം നല്ലൊരു ലൂസ് ഫിറ്റ് ഷർട്ടാണ്. നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് ഒരു 500 ബിലോ നമുക്ക് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണിത്. ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ലോഗ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ്. റീസെൻ്റ്ലി ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള 3 ഡ്രസ്സസാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആൻഡ് ഇതെല്ലാം മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഡ്രസ്സസാണ്. ഒരു ഷർട്ട് ഉണ്ട്, അതുപോലെ ഒരു കുർത്തയുണ്ട്, ആൻഡ് ഒരു ഗൗൺ ഒരു ഡ്രസ്സ്, അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞു ന്യൂട്രലായിട്ടാണ് പോകുന്നത് വീഡിയോസ്, കാരണം ഒരുപാട് നമുക്ക് ബോറടിപ്പിക്കുന്ന രീതിയിലൊന്നും അല്ലാന്ന് ചിലവർ പറയുന്നു. ബട്ട് കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് എന്തിനാണ് ഇത്ര സ്പീഡ് എന്ന് ചോദിച്ച് എങ്ങോട്ടൊക്കെ പോകുന്നതെന്ന് ചോദിക്കുന്നവരും ഉണ്ട്. ഞാനെന്താ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ, സീരിയസ്ലി നിങ്ങൾക്ക് എന്ത് കണ്ടന്റ് ആണോ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രം നിങ്ങളിലേക്ക് എത്തിച്ചാൽ മതി. ഒരുപാട് ഓവറാക്കി ചളമാക്കണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് കുറച്ച് പേർക്ക് ഞാൻ പറയുന്നു ഭയങ്കര സ്പീഡാണ്, പതുക്കെ പറയൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നോർമലായിട്ട് ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് ആ ഒരു രീതിയിലാണ്. അതായത് കൂടി പോവില്ല, കുറഞ്ഞു പോവില്ല, ന്യൂട്രലായിട്ടാണ് പോകുന്നത്. എനിക്കിനി എങ്ങനെയാണ് വേണ്ടതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ മീഷോ ഹോൾ. അപ്പോൾ നമ്മൾ 1K കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1K എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ. കാരണം ഞാനിപ്പോൾ ആക്റ്റീവായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2-3 വീക്സ് ആയിട്ടുള്ളൂ. അതിന് മുമ്പ് നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ടാണ് 1K ആയത്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് കാണാൻ ആഗ്രഹം എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ എനിക്ക് അതുപോലത്തെ വീഡിയോസ് ചെയ്യാമായിരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന ഡ്രസ്സ് ഒരു ലൂസ് ഫിറ്റ് ഷർട്ടാണ്. ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോർട്സിലൊക്കെ ഞാൻ ആ ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി, ഞാൻ എന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഷോട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും എന്തായാലും ഈ ഹോൾ കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾ ആ ഷോട്ടും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഞാൻ ഓൾറെഡി ഇട്ട ഡ്രസ്സാണ്, ഇന്നലെ ഇട്ടതാണ്. അപ്പോൾ ഞാനത് വാഷ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ചിങ്ങനെ ചുളിവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് വന്നിട്ടൊരു പിങ്ക് കളർ ലൂസ് ഫിറ്റ് ഷർട്ടാണ്. മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ബ്ലെൻഡഡ് മെറ്റീരിയലാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല. ഐ തിങ്ക് ഒരു പ്യുവർ കോട്ടൺ അല്ല, ബട്ട് ഒരു കോട്ടൺ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഫുൾ സ്ലീവ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ലൂസ് ഫിറ്റ് ഷർട്ടാണ്. നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് ഒരു 500 ബിലോ നമുക്ക് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണിത്. ഇത്ര വരെ ഒന്നും നമുക്ക് ബട്ടൺ വന്നിട്ടില്ല. ഓൾമോസ്റ്റ് ഇത്ര ഒരു സൈസ് വരെ, ഇത്ര ഒരു ലെങ്ത് വരെ ബട്ടൺ വന്നിട്ടില്ല. അതിന് ശേഷമാണ് ബട്ടൺ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇടണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ടാങ്ക് ടോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇന്നർ ഇട്ടാലാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് ഇടാൻ പറ്റുള്ളൂ. അത് ഫസ്റ്റ്ലി ഞാൻ പറയാം. ഇത് നോർമൽ ചുമ്മാ ഒരു ഷർട്ട് ഇടുന്ന പോലെ ഇടാൻ പറ്റില്ല, കാരണം ഇത്രയും ഭാഗം ഓപ്പൺ ആവും. ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നത് ഒരു ബ്ലാക്ക് കളർ ഒരു ടാങ്ക് ടോപ്പ് ഉണ്ട്. ആ ടാങ്ക് ടോപ്പാണ് ഞാൻ ഇതിൻ്റെ കൂടെ വെയർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് മീഡിയം ആണ്. ഞാൻ എല്ലാ ഡ്രസ്സും മീഡിയം സൈസാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് വൺ ഒരു ബ്ലൂ കളർ ഒരു കുർത്തിയാണ്. ഒരു കുർത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അംബ്രല്ല കട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് കുർത്തിയാണ്. ആൻഡ് ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത്. മെറ്റീരിയൽ റയോൺ ടൈപ്പാണ്. ബ്യൂട്ടിഫുൾ കുർത്തി, നല്ല കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് ഇടാനൊക്കെ ആയിട്ട്. ഇതിന്റെ ഹാൻഡ്സ് വന്നിട്ട് ഒരു എന്താണ് ഇതിന് പറയുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ ഹാൻഡ്സ് എനിക്ക് ഓക്കെയാണ്. ഒരു കോളർ നെക്ക് ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആണ്. ബാക്കിലേക്കൊന്നും ഒട്ടും എക്സ്പോസ്ഡ് ആവില്ല. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ലെങ്ത് ഉണ്ടെന്ന്. ആൻഡ് ഇതിന്റെ കളർ അവർ പറയുന്നത് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എന്തുകൊണ്ട് 6XL അങ്ങനെ എന്തൊക്കെയോ ഒരു അങ്ങനത്തെ കുറേ സൈസിലും ഇതൊക്കെ അവൈലബിൾ ആണ്. ബട്ട് അവർ പറയുന്നുണ്ട് കളർ സ്ലൈറ്റ്ലി വേരി ചെയ്യുന്നു. ഞാനിതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കുറേ ഹോൾ വീഡിയോസ് ഇങ്ങനെ തപ്പിയിരുന്ന് കണ്ട് വാങ്ങിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാമായിരുന്നു ഇതിൻ്റെ കളർ ഇത് തന്നെയായിരിക്കും വരുള്ളൂ എന്ന്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്ലൂ കളറാണ്, ഒരു സ്കൈ ബ്ലൂ, ഒരു ഡാർക്ക് സ്കൈ ബ്ലൂ കളറാണ്. ഓഫീസ് വെയർ, കോളേജ് വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് അങ്ങനെ ഓവറായിട്ടുള്ള ഒരു വർക്കോ ഡിസൈൻസോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളാണ്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിന്റെ പ്രൈസ് വരുന്നത് 428 ആണ്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി വർത്ത് ദ മണി. ഒരു വാവ് ഫാക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണിത്. ലാസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് എനിക്ക് കാണിക്കുമ്പോൾ തന്നെ എനിക്ക്
ലൈക്ക് ഇതെന്താവും എനിക്കറിയില്ല. കാരണം ഇതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ വെയർ ചെയ്തിട്ടുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തൊരു ഡ്രസ്സാണ്. അതുകൊണ്ട് ഞാനിതിന് 100% ആയിട്ടൊരു ഓണസ്റ്റ് റിവ്യൂ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നൊരു കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത്. ലൈക്ക് ഈ ഡ്രസ്സ് ഇത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഈ ഡ്രസ്സ് ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണിത്. ഇത് എനിക്കിപ്പോൾ കാണുമ്പോൾ തോന്നും ഇത് എന്താണിത് ഉദ്ദേശിച്ചതെന്ന്. ഇതൊരു പാർട്ടി വെയർ ഡ്രസ്സ് പോലത്തെ നമുക്കൊന്നും നോർമലി ഇടാൻ പറ്റില്ലാത്ത, ലൈക്ക് ഹിജാബീസിനൊന്നും നോർമലി ഇടാൻ പറ്റില്ലാത്തൊരു ടൈപ്പ് ഡ്രസ്സാണ്. ബട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇങ്ങനെ ചെക്ക് ചെയ്ത് വന്ന ടൈമിൽ ഒരു ഹിജാബി വ്ളോഗർ ഉണ്ട്. അപ്പോൾ ലൈക്ക് ആ വ്ളോഗർ ഈ ഡ്രസ്സിൻ്റെ ഒരു ഹോൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. ബട്ട് അവരതിട്ടപ്പോൾ സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ലൈക്ക് ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വെയർ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ ബോഡി എക്സ്പോസ്ഡ് ആവും. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് കളർ ടാൻ ടോപ്പോ ബ്ലാക്ക് കളർ ലൈക്ക് ഇന്നർ ടോപ്പോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ബട്ട് ഞാൻ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഞാനിത് വന്നതിന് ശേഷം ഞാനതൊന്നും ഒറ്റ ടൈം പോലും ഞാനത് ട്രൈ ഓൺ ചെയ്തിട്ടില്ല. ഇത് അറിയാം ഇത് എങ്ങനെയാണ് ഇടേണ്ടത് രീതി എന്നൊക്കെ എനിക്കറിയാം. ലൈക്ക് ഇത്രയും ഒരു ഭാഗത്ത് എക്സ്പോസ്ഡ് ആവുന്ന ഒരു ഭാഗമാണിത്. ഇത്രയും ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ എക്സ്പോസ്ഡ് ആവുന്ന ഒരു ഏരിയയാണ്. ബട്ട് അവിടെ നമുക്ക് കവർ ചെയ്ത് നമുക്ക് ഇടാൻ പറ്റും. ലൈക്ക് ഇട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇതായിരിക്കും ഏറ്റവും അടിപൊളി. ആൻഡ് ഇതിൻ്റെ വന്നിട്ട് ക്രേപ്പാണ് ഇതിൻ്റെ മെറ്റീരിയൽ. അതുപോലെ തന്നെ ഹാൻഡ്സ് വന്നിട്ട് ഇതുപോലത്തെ ഫുൾ സ്ലീവാണ്. പ്രിൻറ്റഡ് ആണ് ഇതിൻ്റെ പാറ്റേൺ വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റഡ് ഫ്ലോറൽ ഡ്രസ്സാണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 410 അത്രയൊക്കെ ഉള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ്. ഇത് എപ്പോൾ ഇടാം എങ്ങനെ ഇടാം എന്നൊന്നും എനിക്ക് അത്ര വലിയ പിടുത്തമൊന്നുമില്ല. ബട്ട് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സൈസ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മീഡിയമാണ്. ഞാൻ വാങ്ങിച്ചിട്ടുള്ള സൈസ് കാണാൻ പറ്റും. മീഡിയമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള സൈസ്. അപ്പോൾ ഇത് ഞാൻ ട്രൈ ഓൺ ചെയ്തതിന് ശേഷം ആണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാട്ടോ. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന്. ഈ 3 ഡ്രസ്സിലും നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഒരു മീഷോ ഹോളായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസ് അതുപോലെ എന്തൊക്കെയോ ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ പ്രസൻറ്റേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, ലൈക്ക് സ്പീഡ് കൂട്ടണോ കുറയ്ക്കണോ, അതുപോലെ ഇനി എന്തൊക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പറയുക. ലൈക്ക് ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ യൂട്യൂബ് എടുക്കാൻ തീരുമാനിച്ചു. നല്ല മടിയുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ നല്ലോണം ആക്റ്റീവാണ്. അതുപോലെ എപ്പോഴും വീഡിയോസ് പോസ്റ്റ് ചെയ്യും. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ലൈക്ക് അത് ഞാനൊരു വേറെ ടൈപ്പ് ഓഫ് എസ്തെറ്റിക് കണ്ടൻസ് മാത്രമാണ് ഞാനത് പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബട്ട് കൂടുതലും ബ്യൂട്ടി കണ്ടൻസ് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലൊന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.